തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന മണ്ഡലങ്ങളാണ്. വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട് BJP പല മണ്ഡലങ്ങളിലും. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. ശാലിനി എവിടെയാണ് നിൽക്കുന്നത്? വളരെ പെട്ടെന്ന്. രോഹിണി, പ്രവചനങ്ങളല്ല, ഇനിയാണ് യഥാർത്ഥ വിധി. ജനവിധി എന്താണ് എന്ന് അറിയാൻ ഇനി മിനിറ്റുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രമായ മാറിവാനിയസ് കോമ്പൗണ്ടിലാണ്. ഇവിടെയാണ് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, വർക്കല, ചിറയിൻകീഴ്, കാട്ടാക്കട ഉൾപ്പെടെ 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും ജനവിധി അറിയാൻ പോകുന്നത്. ഏകദേശം 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ഈ സെന്ററിൽ, അതായത് ഈ കേന്ദ്രത്തിലെ 14 ഹോളുകളിലും 14 കേന്ദ്രങ്ങളിലായി ഈ പോസ്റ്റൽ വോട്ടുകളൊക്കെ തന്നെ എടുക്കാനുള്ള സ്ട്രോങ് റൂമുകൾ തുറന്നു. അതിനുശേഷമുള്ള മറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയായി. അല്പസമയത്തിനകത്ത് തന്നെ നമുക്ക് ആദ്യ ഫല സൂചനകൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകളിൽ ഇടതിനൊപ്പമാണോ അതോ UDF-ന് ഭരണം നൽകാൻ പോകുന്ന പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണോ അതിലുണ്ടാവുക, അതോ ഒരു അട്ടിമറി മൂന്നാം മുന്നണിക്ക് നൽകുന്ന മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന BJP-ക്കൊപ്പമായിരിക്കും, NDA-ക്കൊപ്പമായിരിക്കും ആ പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ പ്രതികരണങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 8:15 ആദ്യ ഫല സൂചനകൾ നമുക്ക് ഈ മേഖലയിൽ നിന്ന് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. ബൂത്ത് ഏജന്റുമാർ, ഏജന്റുമാർ അടക്കമുള്ളവരൊക്കെ തന്നെ 7 മണിക്ക് മുൻപ് തന്നെ അവരുടെ ഡ്യൂട്ടിക്കായി, അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിധി അറിയാനായി ബൂത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിലും വിധി എഴുതുമ്പോൾ തിരുവനന്തപുരത്ത് ആര് ഭരണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആര് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. തെക്കേ അറ്റം ആര് പിടിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും ശക്തിയേറിയ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന നേമം നിയോജക മണ്ഡലം, അവിടെ 6000+ വോട്ടിൽ NDA പിടിക്കും എന്നുള്ളതാണ്. O രാജഗോപാലിലൂടെ ആദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞ ഒരു നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങൾക്ക് ശേഷം 2026 നിർണായകമായിട്ടുള്ള, ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ NDAയുടെ വിജയിച്ച് കയറുമെന്നുള്ളതാണ് NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും അവിടെ V ശിവൻകുട്ടി വരുമെന്നുള്ളതാണ് LDF-ന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം മറ്റൊരു അട്ടിമറി വിജയം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം 4-ലധികം മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷ BJP പങ്കുവെക്കുന്നുണ്ട്, NDA പങ്കുവെക്കുന്നുണ്ട്. മറ്റൊന്ന് കഴക്കൂട്ടം നിയോജക മണ്ഡലമാണ്. കഴക്കൂട്ടത്തിൽ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വോട്ടായി മാറുമെന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ നിലവിലെ സാധാരണക്കാരടക്കമുള്ളവർ പറയുന്നത്. കാരണം ശബരിമല കൊള്ളയടിച്ച ആ സമയത്ത് ഒരു കൂട്ടുനിന്ന ഒരാൾ ഇനി അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. വികസനം എത്തിയിട്ടില്ല, പകരം കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന, കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാൾ അവിടെ അധികാരത്തിൽ വരണമെന്നുള്ളതാണ് കഴക്കൂട്ടം ജനത നിലവിൽ മനസ്സിൽ കരുതുന്നത്. അത് വോട്ടായി അവരുടെ ജനവിധി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന് യഥാർത്ഥ ജനവിധി എന്താണ് എന്ന് ഇനി അല്പസമയത്തിനകം നമുക്ക് കണ്ടറിയാൻ സാധിക്കും. എന്നാലും ഏകദേശം 9:30-10 മണിയോടുകൂടി നമുക്ക് ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒരു ജില്ല തിരുവനന്തപുരമാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിലെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP അവരുടെ സാന്നിധ്യം അറിയിച്ചതാണ്. BJP അവരുടെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയ ജില്ല കൂടി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ BJPയുടെ തിരുവനന്തപുരത്തെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയനെ ഇറക്കിക്കൊണ്ടാണ് BJP കാടടച്ചുള്ള ഒരു പ്രചാരണം നടത്തിയത്. അത് ഫലം കാണുമെന്നുള്ളത് തന്നെയാണ്. തീരദേശത്തടക്കം BJP വ്യക്തമായ സ്വാധീനം ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ തിരുവനന്തപുരം സിറ്റി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കന്മാരൊക്കെ പറയുന്നത്. കാരണം ഇടത് വലത് മുന്നണികളിലെ ഭരണം അത് വലിയ രീതിയിലുള്ള ക്ഷീണം തലസ്ഥാന ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണസിരാ കേന്ദ്രം അടക്കം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ ഒരു BJP അധികാരത്തിലാണ്. BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴക്കൂട്ടം വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ്. 140 മണ്ഡലങ്ങളിൽ രോഹിണി കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം, അല്ലെ? പ്രത്യേകിച്ച് V മുരളീധരന്റെ സാന്നിധ്യം, അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ആ മണ്ഡലത്തിൽ BJP അതിന്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തിയത്. നേമവും കഴക്കൂട്ടവും കാട്ടാക്കടയും ഒക്കെ എന്തൊക്കെ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. തിരുവനന്തപുരം അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആകാംക്ഷാ കേന്ദ്രം തന്നെയാണ്. ഒരുപക്ഷെ ദേശീയ നേതാക്കൾ പോലും ഉറ്റുനോക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നുണ്ട്.